നമ്മൾ മാറിക്കൊടുത്താൽ അത് അതിന്റെ ജോലിയൊക്കെ നോക്കും. മനുഷ്യന്റെ മുമ്പിൽ പെട്ടെന്നൊരു പാമ്പ് വന്നു. പാമ്പ് വന്നു കഴിഞ്ഞാല് അതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാറിക്കൊടുത്താൽ പിന്നെ ഇവിടെ കേരളത്തിൽ കാണുന്ന ഇപ്പൊ ചേര വന്നാലും ഉടനെ നമ്പർ എടുത്തിട്ട് കുത്തി ആരെങ്കിലും വിളിക്കുക, അവൻ അയലോക്കത്തുള്ളവരെ വിളിക്കുക, അവരെ വിളിച്ച് ആളുകളെ കൂട്ടി വയ്ക്കുക. നമ്മൾ മാറിക്കൊടുത്താൽ അത് അതിന്റെ ജോലിയൊക്കെ നോക്കും. നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അത് പതുങ്ങിയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു പറമ്പിൽ കൂടെ ഇപ്പൊ പറമ്പിൽ കൂടെ പാമ്പിനെ കണ്ടാലും ആൾക്കാരെ വിളിക്കില്ലേ, ചപ്പനകത്ത് കിടന്നാലും ആളിനെ വിളിക്കാല്ലേ. അപ്പൊ നമ്മളങ്ങ് മാറിപ്പോ ഒരു പറമ്പിനകത്ത്, വലിയ പറമ്പിനകത്ത് എന്നെ വിളിക്കും, ഞാൻ പോവാറില്ല. ഞാൻ വിളിക്കും, എന്നെ വിളിച്ച് ഞാൻ പോകാറില്ല. പറമ്പിലൊക്കെ പാമ്പ് കിടന്ന് നമ്മളങ്ങ് മാറിക്കൊടുക്കുക. അവരുടെ ആവാസ വ്യവസ്ഥയല്ലേ അത്, അവരുടെ സ്ഥലമല്ലേ അത്. യഥാർത്ഥത്തിൽ പാമ്പിനെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കരുതെന്നാണ് അതിന്റെ അർത്ഥം. എന്ത് ശാസ്ത്രീയത ഉള്ളത്? അവന്റെ ശാസ്ത്രീയത വെച്ചാൽ അവന്റെ ഭൂമിയിൽ അവൻ ജീവിക്കുക എന്നുള്ളതാണ്. അവനെ പിടിച്ച് മാറേണ്ട കാര്യമില്ല. നമ്മൾ മാറിക്കൊടുത്താൽ അതങ്ങ് പൊക്കോളൂ. ഇവിടെ കാണുന്ന വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ട് ഒരു വീടിനകത്തൊരു ചേരയെ കണ്ടു, ഉടനെ നമ്മൾ എന്തെങ്കിലും എടുത്തങ്ങ് എറിയും. അപ്പൊ അത് അതിന്റെ ഇടകരി പതങ്ങും. പിന്നെ അവർ നീളമുള്ള കമ്പ് വെച്ച് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അത് ഇറങ്ങി പോലും അവിടെ തന്നെ ഇരിക്കും. നമ്മൾ മിണ്ടാന്നിപ്പോൾ ചേര വീടിനകത്ത് വരും. ചേരയാണെന്ന് അറിയാൻ വലിയ നല്ല പച്ചയും കറുപ്പും മഞ്ഞയും കിടക്കുന്ന ചേരയാണ്. തല ചേർത്ത് കഴുത്തോട്ടിരിക്കും, കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കും. ചേരയാണെന്ന് എപ്പോഴും മനസ്സിലായി, നല്ല സ്പീഡിൽ സഞ്ചരിച്ച് അകത്തേക്ക്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡോറൊക്കെ അടച്ചിട്ട് അടുക്കളയുടെ ബാക്കിലത്തെ വാതിൽ തുറന്നിട്ട് മാറിക്കൊടുത്ത് അവ ഇറങ്ങി പോകും. അത് അവ ഇറങ്ങി പോയാൽ ഇല്ലയെന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും പൊടി അവിടെ തൂളിയിരുന്നാൽ മതി. എന്തെങ്കിലും നമ്മൾ 1 മണിക്കൂർ മാറി ഇതിനോട് എന്തെങ്കിലും പൊടി തൂളി, ഒരു മഞ്ഞപ്പൊടി അങ്ങനെ ലൈനായിട്ട് കിട്ടുന്ന ഇവിടെ കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും.